ഹലോ ഗായ്സ്, ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്കിത് എന്താ സാധനം എന്ന് മനസ്സിലായോ? ഇത് കക്കയാണ്. പല സ്ഥലത്തും പല പേരിലാണ് ഇത് അറിയുക. നിങ്ങളുടെ സ്ഥലത്ത് എന്താ പേരിൽ അറിയുക നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഇന്ന് കക്ക വെച്ചിട്ട് എന്ത് റെസിപ്പിയാണെന്ന് ആരും ചിന്തിക്കണ്ട. ഇന്ന് കക്ക എങ്ങനെ സിമ്പിളായിട്ട് അറയെടുക്കാമെന്നാണ് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. കൂടുതൽ ആൾക്കാരും കക്ക അറ മേടിക്കലാവും പതിവ്. പുഴയുടെ അടുത്ത് വീട്ടിലുള്ളവർക്കൊക്കെ ഇതുപോലെ ഒരുപാട് കക്ക കിട്ടും. മേടിക്കാനും കിട്ടും ഇതുപോലെ തൊണ്ടൊടുക്കാനെ. എല്ലാവർക്കും കക്ക അറയെടുക്കാനൊക്കെ അറിയുണ്ടാവും. പക്ഷെ ഇത് എത്ര എളുപ്പത്തിൽ അറയെടുക്കാൻ അറിയുന്ന ആൾക്കാർ കുറച്ചുണ്ടാവുള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് കേട്ടോ ഇവിടെ കാണിക്കുന്നത്. ആദ്യം ഒരു ചെമ്പിൽ കക്ക പുഴുങ്ങാൻ വെക്കുക. കക്ക പുഴുങ്ങുക എങ്ങനെയെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. കക്കയുടെ ഉള്ളിൽ വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ കക്കയെ പുഴുങ്ങാൻ വേണ്ടി എടുക്കുമ്പോൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. വെറുതെ നമ്മൾ ചെമ്പിലിട്ടിട്ട് പുഴുങ്ങാൻ വെച്ചാൽ മതി. അപ്പോൾ അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. ആ വെള്ളമൊക്കെ ഇറങ്ങി തിളച്ച് വരുമ്പോൾ കക്കൊക്കെ വിട്ട് വന്നിട്ടുണ്ടാവും. എല്ലാ കക്കയും ഇതുപോലെ തൊണ്ട് വിണ്ട് നിൽക്കുന്നതും മനസ്സിലായാൽ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. കക്ക ആദ്യമായിട്ട് അറയെടുക്കണവർക്കൊക്കെ വളരെ സിമ്പിളായിട്ട് ഓരോന്നും പറക്കി എടുക്കണേക്കാട്ടി സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഇവിടെ കാണിക്കുന്നത്. കോരിയെടുത്ത കക്ക നമ്മൾ 2-3 പാത്രത്തിലാക്കിയിട്ട് കുറേശ്ശെ ഇട്ട് കൊടുക്കുക. ആ പാത്രത്തിൻ്റെ ഒരു ഭാഗം ഇട്ടാൽ മതിയാവും കേട്ടോ. പിന്നെ ആ പാത്രത്തിൻ്റെ 3/4 ഭാഗം വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചതിന് ശേഷമാണ് നമ്മൾ എളുപ്പത്തിൽ എങ്ങനെ അറയെടുക്കാമെന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ അറയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു സാധനമാണ് ഇങ്ങനത്തെ ഒരു അപ്പക്കോരി പോലെ സാധനം വേണം. അപ്പക്കോരി പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങൾ പഴംപൊരി അതുപോലെ അച്ചപ്പൊക്കെ കോരണ അപ്പക്കോരിയാണ്. അപ്പോൾ ഇതിൽ കാണുന്ന പോലെ ഒരു കൈ കൊണ്ട് നല്ല രീതിക്ക് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അപ്പക്കോരി കൊണ്ട് ഇതുപോലെ ചുറ്റിച്ചെടുത്താൽ നമ്മൾ അറകൾ അതിലേക്ക് കയറി വരും. ഇത്ര എളുപ്പത്തിൽ നമുക്ക് കക്ക അറയെടുക്കാൻ പറ്റും. ചിലയിടത്തൊക്കെ സിമ്പിളായിട്ട് അറയെടുക്കാൻ വേണ്ടിയിട്ട് മുറത്തിലിട്ട് ചേറ്റി കൊടുക്കുമ്പോഴൊക്കെ അറ സിമ്പിളായിട്ട് പോരും. വലിയ വട്ടയത്തിലിട്ടിട്ട് അരിപ്പക്കൊട്ടുകൊണ്ട് ചുറ്റിയെടുക്കുമ്പോൾ ഇതുപോലെ സിമ്പിളായിട്ട് കക്കയുടെ അറ പോരും. അതിനേക്കാൾ എളുപ്പത്തിൽ പെട്ടെന്ന് അറയെടുക്കാൻ പറ്റിയൊരു മെത്തേഡാണ്. ഇതുവരെ ഇങ്ങനെ അറയെടുക്കുന്നത് യൂട്യൂബിലൊന്നും കണ്ടിട്ടില്ല. നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തി തരാച്ചിട്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ ഇട്ടത്. കുറേ നേരം ഇരുന്ന് കഷ്ടപ്പെടാണ്ട് വേഗം അറയെടുക്കാൻ പറ്റിയൊരു വിദ്യയാണിത്. ഇനി ഇതുപോലെ ഒരുപാട് കക്കകൾ കിട്ടുമ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കക്ക എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ ഇതുപോലെ ക്ലീൻ ചെയ്യുക അറയെടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിനൊക്കെ പറ്റിയ ഒരു സ്പെഷ്യൽ ടിപ്പാണിത്. അപ്പോൾ ഇതുപോലെ തന്നെ കൈ കൊണ്ട് ചുറ്റിച്ചിട്ട് അരിപ്പോണ്ട് കോരി എടുത്തിട്ട് സെറ്റാക്കുക. ക്ലീൻ ചെയ്യുന്ന വീഡിയോസൊക്കെ യൂട്യൂബിൽ കുറേ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. വെറും അറയെടുക്കുന്ന വീഡിയോ മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. ഇത്രയും അറ നമ്മളിത് വളരെ സിമ്പിളായിട്ട് ഇതുപോലെയാണ് അറ എടുത്തത്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമ്മുടെ സമയമൊന്നും വേസ്റ്റ് ആവാണ്ട് അടിപൊളിയായിട്ട് നമുക്ക് അറയെടുക്കാൻ പറ്റും. കക്കയിറച്ചി കൊണ്ടുള്ള റെസിപ്പികളും അതുപോലെ തന്നെ കക്കയിറച്ചി കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. കക്ക കൊണ്ടുള്ള റെസിപ്പികളൊക്കെ പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, നല്ല ഹെൽത്തിയാണ് കക്ക. അപ്പോൾ ഇതുപോലെ മേടിക്കുമ്പോഴൊക്കെ ഇതുപോലെയൊക്കെ സെറ്റാക്കിയിട്ട് ഓരോ റെസിപ്പികളൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എങ്ങനെയാണ് എളുപ്പത്തിൽ കക്ക അറയെടുക്കാന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. മനസ്സിലാവാത്തവരൊന്നും കൂടി വീഡിയോ കണ്ടു നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. എല്ലാവരിലേക്കും നമ്മൾ വീഡിയോസൊക്കെ എത്തിച്ചു കൊടുക്കുക.
നമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ ബൈ ബൈ, സീ യു.